ദിവ്യകാരുണ്യം. സ്വർഗത്തിൽ നിന്ന് ദൈവം തന്ന അനുഗ്രഹം. പൊടിഞ്ഞപ്പമായി നമ്മുടെ ജീവിതത്തിന്റെ നടുവിലേക്ക് യേശു വരികയാണ്. സ്വർഗീയ മന്ന, ജീവന്റെ മന്ന. യോഹന്നാൻ 6:53. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എന്റെ ശരീരം ഭക്ഷിക്കുകയും രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവൻ ഉണ്ട്. ദൈവത്തിന്റെ പ്രിയപ്പെട്ട ജനമേ, കഠിനമായ തിരക്കിൽ നിന്ന് നമ്മുടെ ഓട്ടത്തിന്റെ നടുവില് നമ്മുടെ കുടുംബം ഒന്നായി ഈ TV സ്ക്രീനിന്റെ മുമ്പിലേക്ക് അണിചേരാം. ഇനിയുള്ള കുറച്ച് സമയം ദിവ്യകാരുണ്യം വിശ്വാസത്താൽ നമ്മൾ ആരാധിക്കുകയാണ്. ഈ സ്തുതി ആരാധന നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിന്റെ ഒരു പൂമഴ പെയ്യിക്കാൻ പോകുകയാണ്. മോശ തന്റെ ജീവിതം തുടങ്ങുകയാണ്. 33-ാം അധ്യായം പുറപ്പാട്. ദൈവം മോശയോട് പറയുകയാണ്. പുറപ്പാട് 33-ന്റെ 14-ാം. കർത്താവ് പറഞ്ഞു, ഞാൻ തന്നെ നിന്റെ കൂടെ വരികയും നിനക്ക് ആശ്വാസമേകുകയും ചെയ്യും. മോശ തിരിച്ചു മറുപടി പറഞ്ഞു, അങ്ങ് ഞങ്ങളുടെ കൂടെ വരികയില്ലെങ്കിൽ ഞങ്ങളെ ഇവിടെ നിന്ന് പറഞ്ഞയക്കരുത്. മോശയോട് കർത്താവ് അരുളി ചെയ്തു, നീ ആവശ്യപ്പെട്ട ഈ കാര്യം ഞാൻ ചെയ്യും. എന്റെ പ്രീതിക്ക് പാത്രമായതിനാൽ നിനക്ക് ആവശ്യമുള്ളത് എനിക്ക് നന്നായി അറിയാം. ഞാൻ നിനക്ക് എന്ത് ചെയ്യണമെന്നുള്ള ചോദ്യത്തിന് മോശ പറഞ്ഞു, അങ്ങയുടെ മഹത്വം എനിക്ക് കാണിച്ചു തരണം. മോശ ചോദിച്ചത് ജോലിയല്ല, സമ്പത്തല്ല, നേട്ടമല്ല. മോശ ദൈവത്തോട് ചോദിച്ചു, ദൈവമേ, അങ്ങയുടെ മഹത്വം കാണിച്ചു തരണമേ. ദൈവത്തിന്റെ പ്രിയപ്പെട്ട പൈതലേ, നമ്മുടെ മുന്നിൽ ദൈവം ചൊരിയാൻ പോകുന്ന അനുഗ്രഹമാണ് ദിവ്യകാരുണ്യം. നമ്മുടെ മുന്നിൽ ദൈവം ചൊരിയുന്ന അനുഗ്രഹമാണ് ദിവ്യകാരുണ്യം. നമ്മുടെ മുന്നിൽ ദൈവം ചെയ്തതാണ് ദിവ്യകാരുണ്യം. പരിശുദ്ധ കുർബാനയിലേക്ക് നമ്മുടെ ഹൃദയങ്ങളെ യോജിപ്പിക്കുകയാണ്. നമ്മളെല്ലാവരും ചേർന്ന് കുടുംബമായി ദൈവത്തെ ആരാധിക്കുകയാണ്. ജീവന്റെ അപ്പം, മുറിയുന്തോറും മധുരമാകുന്ന, മുറിയുന്തോറും വളരുന്ന, മുറിയുന്തോറും ജീവനാകുന്ന, പ്രാണൻ പകർത്തു നൽകുന്ന, പാപികളായ നമ്മൾക്ക് രക്ഷയായി മാറുന്ന ദിവ്യകാരുണ്യം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്. ഇരുകരങ്ങളും മറോട് ചേർത്ത് പിടിക്കാം. നമുക്ക് ആഗ്രഹിക്കാം, ദൈവത്തിന്റെ ദിവ്യകാരുണ്യം, യേശുവാകുന്ന മുറിക്കപ്പെട്ട അപ്പം നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്കൊന്നിയേർന്ന് ഇങ്ങനെ പാടാം. ആരാധന ആരാധന ഓ എൻ്റെ യേശുവേ ആരാധന. വിശ്വസിച്ച് ആരാധന ചേർന്ന് ആരാധന ഓ എൻ്റെ യേശുവേ ഓ എൻ്റെ യേശുവേ ആരാധന.
ചൈതന്യമേ ഓ ദിവ്യകാരുണ്യമേ ഓ ദിവ്യകാരുണ്യമേ പ്രാണൻ പോലും പകുത്തു നൽകി നീ പാപികളിവർക്കാ രക്ഷയേകാനാ പ്രാണൻ പോലും പകുത്തു നൽകി നീ പാപികളിവർക്കാ രക്ഷയേകാനാ ഓ ദിവ്യകാരുണ്യമേ ഓ ദിവ്യകാരുണ്യമേ ആരാധന ചേർന്ന് പാടാം ആരാധന എല്ലാവരും ഓ എൻ്റെ യേശുവേ ആരാധന ആരാധന പാടാം ആരാധന യേശുവേ ഓ എൻ്റെ യേശുവേ ആരാധന എത്ര നല്ല ഈശോ നമ്മുടെ മുമ്പിൽ ഒരു അപ്പത്തിന്റെ രൂപത്തിൽ തന്റെ ജീവൻ നമ്മൾക്കായി നൽകിയവൻ. നമുക്ക് ആരാധിക്കാം, ഒന്നേർന്ന് ആരാധിക്കാം. നന്മകളേവർക്കും ചെയ്തങ്ങു ഭൂമിയിൽ അത്ഭുതമായങ്ങു നടന്നതുപോ നന്മകളേവർക്കും ചെയ്തങ്ങു ഭൂമിയിൽ അത്ഭുതമായങ്ങു നടന്നതുപോ അനുഗ്രഹമെങ്ങും ചൊരിഞ്ഞുകൊണ്ടിന്നും കുർബാനയായി വാഴും അത്ഭുതമേ ആരാധന ചേർന്ന് പാടാം ആരാധന നമുക്ക് ആരാധിക്കാം. ഓ എൻ്റെ യേശുവേ ആരാധന നമുക്ക് പാടാം ആരാധന ആരാധന ഓ സ്നേഹരാജനെ ആരാധന ഇതാ ദൈവത്തിന്റെ സാന്നിധ്യം നമ്മളുടെ കൂടെ കടന്നു വരികയാണ്. ദൈവത്തിന്റെ കൂടാരം മനുഷ്യരോടുകൂടെ സ്നേഹമതത്രയും നിറച്ചു നീയുള്ളിൽ ആരാധ്യമാ തിരുവോസ്തിയായി സ്നേഹമതത്രയും നിറച്ചു നീയുള്ളിൽ ആരാധ്യമാം തിരുവോസ്തിയായി വാഴ്ത്തുന്നു നാഥ വണങ്ങിടുന്നു നിന്നെ ആരാധിച്ചു നിത്യം നമിച്ചിടുന്നു ആരാധന ആരാധന ഓ എൻ്റെ യേശുവേ ആരാധന ചേർന്ന് പാടാം ആരാധന ആരാധന ഓ സ്നേഹരാജനെ ആരാധന നമുക്ക് പാടാം കാരുണ്യമേ മുറിയും തോറും മധുരിതമാകും ചൈതന്യമേ ഓ ദിവ്യകാരുണ്യമേ ഓ ദിവ്യകാരുണ്യമേ പ്രാണൻ പോലും പകുത്തു നൽകി നീ പാപികളിവർക്കാ രക്ഷയേകാനാ
പ്രാണൻ പോലും പകുത്തു നൽകി നീ പാപികളിവർക്കാ രക്ഷയേകാനാ ഓ ദിവ്യകാരുണ്യമേ ഓ ദിവ്യകാരുണ്യമേ ആരാധന ആരാധന ഓ എൻ്റെ യേശുവേ ആരാധന 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 ഓ സ്നേഹരാജൻ ആരാധന 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 ഓ എൻ്റെ യേശുവേ ആരാധന 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 നമുക്ക് ആരാധിക്കാം. സ്നേഹരാജനെ ആരാധന നമ്മുടെ യേശുവിനെ ആരാധിക്കാം. ആരാധന സ്നേഹരാജൻ ആരാധന യേശു. ഓ എൻ്റെ യേശുവേ ആരാധന ഒന്നിയേർന്ന് ആരാധന ആരാധന ഓ സ്നേഹരാജനെ ആരാധന 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 ഓ എൻ്റെ യേശുവേ ആരാധന ആരാധന യേശുവേ, ആരാധന യേശുവേ. ഓ സ്നേഹരാജനെ ആരാധന ആരാധന ചേർന്ന് പാടാം. ആരാധന ഓ എൻ്റെ യേശുവേ ആരാധന 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 ഓ സ്നേഹരാജനെ ആരാധന പുറപ്പാട് 16. അതിരാവിലെ പാളയത്തിന് ചുറ്റും മഞ്ഞ് മൂടിയിരുന്നു. മഞ്ഞുരുകിയപ്പോൾ മരുഭൂമിയുടെ ഉപരിതലത്തിൽ പൊടിമഞ്ഞ് പോലെ വെളുത്ത് ഉരുണ്ട് ലോലമായ ഒരു വസ്തു കാണപ്പെട്ടു. ഇസ്രയേൽക്കാർ ഇത് കണ്ടപ്പോൾ പരസ്പരം ചോദിച്ചു, ഇതെന്താണ്? അതെന്താണെന്ന് അവർ അറിഞ്ഞിരുന്നില്ല. അപ്പോൾ മോശെ അവരോട് പറഞ്ഞു, കർത്താവ് നിങ്ങൾക്ക് ഭക്ഷണമായി തന്നിരിക്കുന്ന അപ്പമാണിത്. ദൈവത്തിന്റെ പ്രിയപ്പെട്ട ജനമേ, മന്ന അതിരാവിലെ ശേഖരിക്കേണ്ടത്, അന്നു വേണ്ടുന്ന ആഹാരം അടുത്ത ദിവസത്തേക്ക് എടുത്തു വെക്കണ്ടാത്തത്, സാബത്ത് ദിവസത്തിന് വേണ്ടി ഇരട്ടി ശേഖരിക്കേണ്ടത്. നമ്മുടെ ജീവിതത്തിലെ മന്നയാണ് ദിവ്യകാരുണ്യം. വചനമാകുന്ന മന്ന ദിവ്യകാരുണ്യത്തിലൂടെ നമ്മുടെ ജീവിതത്തിലേക്ക് ഒഴുകി വരുന്നു. അതെന്താണെന്ന് അവർ അറിഞ്ഞിരുന്നില്ല. ദൈവത്തിന്റെ പ്രിയപ്പെട്ടവനേ, ലോകം ഇതെന്താണെന്ന് അറിയുന്നില്ല. ലോകം ഇതെന്താണെന്ന് കാണുന്നില്ല. ഇതിനുള്ളിൽ ഒരു ശക്തിയുണ്ട്. ഇതിന്റെ ഉള്ളിൽ ഒരു നിറവുണ്ട്. ഓസ്തിയിൽ വാഴും ദൈവമേ, സ്നേഹം മാത്രമായവൻ, സ്നേഹത്തിൻ അവതാരമേ, ആത്മാവിൻ ഭോജനമാണിത്. ആത്മാവിൻ ഭോജനമേ, ആരാധനാപാത്രം, ആരാധനാ പാത്രമേ, ഓസ്തിയായി മാറുന്ന ദൈവസ്നേഹം, ആരാധനാ
ദൈവത്തിന്റെ പ്രിയപ്പെട്ട ജനമേ, വിട്ടുകൊടുക്ക. നമ്മുടെ ജീവിതങ്ങളെ വിട്ടുകൊടുക്ക. ജീവിത പങ്കാളികളെ വിട്ടുകൊടുക്ക. കുഞ്ഞുങ്ങളെ വിട്ടുകൊടുക്ക. ദൈവം ഇറങ്ങി വരും. മൃദുവായി ദൈവം തൊടും. ഒന്ന് ആരാധിച്ചേ ഈ ആരാധനയെ. യേശുവേ, അങ്ങേ ഞാൻ ആരാധിക്കുന്നു. ദിവ്യകാരുണ്യമേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ഞങ്ങളുടെ ജീവിതങ്ങളെ വിട്ടുതരുന്നു. സമർപ്പിച്ച്, എല്ലാം സമർപ്പിച്ചേ. ഒന്ന് ആരാധിച്ച് സ്തുതിച്ചേ. എല്ലാം ഒന്ന് വിട്ടുകൊടുത്ത് നമ്മൾ ദൈവത്തിന് മുന്നിൽ എല്ലാം തുറക്കുകയാണ്. ജീവിതങ്ങളെ, വേദനകളെ എല്ലാം ദൈവത്തിന് വിട്ടുകൊടുക്കുകയാണ്. ദൈവം ഇറങ്ങി വരാൻ പോകുന്നു. നമുക്ക് ചേർന്ന് പാടാം. ദിവ്യകാരുണ്യമേ, ബലിവേദിയിൽ നമ്മൾക്കായി മുറിയുന്നവൻ, ഞങ്ങൾക്കായി മുറിയും അപ്പമാണു. ഒന്ന് ചിന്തിച്ചേ. ബലിവേദിയിൽ കാരുണ്യമേ, ബലിവേദിയിൽ മുറിയുന്ന അപ്പം ഞങ്ങൾക്കായി മുറിയും അപ്പമാണു. ജീവൻ സമൃദ്ധമാകുവാൻ നീ എന്നും മുറിക്കപ്പെട്ടോ. എന്നും മുറിക്കപ്പെടുന്നു. സ്വയമേ ശൂന്യന്, സ്വയമേ ശൂന്യമാകുന്നു. ദിവ്യകാരുണ്യം ബലിവേദിയിൽ, ദിവ്യകാരുണ്യമേ, ബലിവേദിയിൽ ഓ ദൈവമേ, ഞങ്ങൾക്കായി മുറിയും അപ്പമാണു നീ. എല്ലാം ഒന്ന് വിട്ടുകൊടുത്തേ. യേശുവാകുന്ന ജീവന്റെ അപ്പം, സ്വർഗത്തിൽ നിറങ്ങി വന്ന അനുഗ്രഹം, നമ്മളുടെ ജീവിതങ്ങളെ മാറ്റിമറിക്കുന്ന അനുഗ്രഹം, പരിശുദ്ധനായ ദൈവം, കരുണാമയനായ ഈശോ ഇതാ നമ്മുടെ നടുവിലേക്ക് വരികയാണ്. നമ്മുടെ ഹൃദയം പുളകിതമാകുവാൻ കരുണയോടെ ഈശോ വരികയാണ്. ഹൃദയത്തെ മാറ്റിമറിക്കുവാൻ കാൽവരിനാഥൻ ഇറങ്ങുകയാണ്. തന്റെ കുഞ്ഞുങ്ങളെ പ്രതി അവൻ അസഹിഷ്ണുവായി. തന്റെ കുഞ്ഞുങ്ങളെ ഓർത്ത് അവൻ വിലപിച്ചു തുടങ്ങി. തന്റെ കുഞ്ഞുങ്ങളുടെ വിലാപം അവന്റെ നെഞ്ചിൽ വേദനയായി. ഇതാ കരുണാമയനായ ഈശോ തന്റെ ജനത്തിനായി നമ്മുടെ നടുവിലേക്ക് വരികയായി. നമുക്കെല്ലാം വിട്ടുകൊടുക്കാം. നമ്മുടെ നൊമ്പരങ്ങളും വേദനകളും വിട്ടുകൊടുക്കാം. ഈ ദൈവത്തെ ആരാധിക്കാം.